ഹായ്, എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ അപ്ഡേറ്റഡ് കിയ സോണറ്റിലെ ബേസ് വേരിയൻ്റായ HTE ഓപ്ഷണൽ വേരിയൻ്റാണ്. ശരിക്കും HTE വേരിയൻ്റാണ് ബേസ് വേരിയൻറ്റ്, പക്ഷേ ഇപ്പോൾ അതധികം വരുന്നില്ല. എല്ലാവരും HTE ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ സൺറൂഫ് ഉള്ള ബേസ് വേരിയൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഡിഫറൻസ് ആണ് 2025 വന്നിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ അപ്ഡേറ്റഡ് കിയ സോണറ്റിലെ ബേസ് വേരിയൻ്റായ HTE ഓപ്ഷണൽ വേരിയൻ്റാണിത്. ഈ സോണറ്റ് ബേസ് വേരിയൻറ്റിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ബേസ് വേരിയൻ്റ് തൊട്ട് ഈ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. മറ്റ് പല മാനുഫാക്ചേഴ്സും ഒരു ലിമിറ്റഡ് എഡിഷൻ കളറായിട്ട് ബ്ലാക്ക് കൊടുക്കുമ്പോൾ കിയ ബേസ് വേരിയൻ്റ് തൊട്ടേ വരുന്നുണ്ട്. അടുത്തൊരു അഡ്വാൻറ്റേജ്, കിയ സോണറ്റിൻ്റെ ഈ ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആണ്. കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ ബേസ് വേരിയൻറ്റിൽ ഡീസൽ എഞ്ചിൻ കൊടുക്കുന്ന ഒരേ ഒരു വാഹനവും നമ്മളുടെ സോണറ്റാണ്. ഇതിപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ബേസ് വേരിയൻ്റ് ആണെന്ന് ആരും പറയില്ല. കാര്യം മിഡ് വേരിയൻറ്റുകളിലൊക്കെ പല മാനുഫാക്ചേഴ്സും കൊടുക്കുന്ന DRL പോലെയുള്ള ഫീച്ചേഴ്സ് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൺറൂഫും അവൈലബിൾ ആണ്. ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു LED DRL കൊടുത്തിരിക്കുന്നു. ഈ HTE ഓപ്ഷണൽ വേരിയൻറ്റിൽ റീസെൻ്റ്ലി വന്നൊരു അപ്ഡേറ്റ് ആണ് ഈ DRL. ശരിക്കും സോണറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു DRL തന്നെയാണ്. അതിനകത്ത് നമുക്ക് 2 സ്ലോട്ടായിട്ടാണ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഒന്ന് ലോ ബീമും മറ്റൊന്ന് ഹൈ ബീമും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹാലജനായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അവിടെ നമുക്ക് സിൽവർ ഫിനിഷാണ് വരുന്നത്. ഫോഗ് ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഫോഗ് ലൈറ്റ് ചെയ്തില്ല എങ്കിലും പ്രത്യേകിച്ച് വൃത്തിയായിട്ടൊന്നും വരാത്ത രീതിയിലാണത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷിൽ തന്നെ സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. അത് ബേസ് വേരിയൻ്റ് തൊട്ടേ വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ ഗ്രില്ലും താഴത്തെ ഈ ഒരു ഗ്രില്ലും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. മറ്റേ ടോപ്പ് എൻഡിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ടോപ്പിലായിട്ട് കിയയുടെ ആ ഒരു ലോഗോ കാണാം. ഈ വാഹനത്തിന് 205 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത് ഒരൊറ്റ നോട്ടത്തിൽ ബേസ് വേരിയൻ്റ് ആണെന്ന് മനസ്സിലാകും. കാരണം അലോയ്സ് വരുന്നില്ല. നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഓൾ ഓവർ ഒരു 3995 mm ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. 2500 mm വീൽ ബേസും നമുക്ക് സോണറ്റിൽ ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ആണ്. വീൽ കപ്പുകളാണ് വരുന്നത്. മറ്റേ ഹൈപ്പർ സ്റ്റൈൽസ് വീൽസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. 195 സെഷൻ ടയറുകളാണ് വരുന്നത്. 195, 65, R15 ആണ് ടയർ സൈസ് വരുന്നത്. HTK ഓപ്ഷണൽ വേരിയൻ്റോട് നമുക്ക് 215 സെഷൻ അലോയ്സിൻ്റെ ലുക്കുള്ള വീൽ കപ്പുകളോട് കൂടിയ വീലുകളും 16 ഇഞ്ച് വീൽസും ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബേസ് വേരിയൻറ്റിൽ മാത്രമാണ് 15 ഇഞ്ച് വീൽസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫെൻഡേഴ്സിൽ ഹാലജനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ മിറേഴ്സ് നമുക്ക് ബോഡി കളറിലാണ് വരുന്നത്. അത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ വരുന്നു. പിന്നെ ഡോർ ഹാൻഡിൽസും നമുക്ക് ബോഡി കളറിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് രണ്ടും ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ലോക്കിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് അകത്തുനിന്ന് മാനുവൽ സെൻട്രൽ ലോക്കിംഗ് മാത്രമാണ് വരുന്നത്. കീ വേണമെങ്കിൽ നമുക്ക് മറ്റ് വേരിയൻറ്റുകളുടെ കീ പോലെ ഷോറൂമിൽ നിന്ന് ആക്സസറീസ് ചെയ്യാവുന്നതാണ്. വശങ്ങളിൽ നമുക്ക് ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അത് വേറെ എടുത്ത് പറയത്തൊക്കെ ഒന്നുമില്ല. വേണമെങ്കിൽ ഒരു താഴെ ഒരു സ്കിപ്പായിട്ട് പോലെ തോന്നിക്കുന്ന ഭാഗമൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ബേസ് വേരിയൻറ്റിൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്, സിംഗിൾ ഡൺ സൺറൂഫ്. ബാക്കിൽ ആൻറ്റിന കാര്യങ്ങളും തന്നെ വരുന്നില്ല. നമുക്ക് റൂഫ് റെയിൽസും വരുന്നില്ല. ഇതിൻ്റെ റൂഫ് റെയിൽസും നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. അപ്പോൾ റൂഫ് റെയിൽസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഇതൊരു ബേസ് വേരിയൻ്റ് എന്ന് ആരും മനസ്സിലാകില്ല. ഒരാലോചിച്ചും കൂടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ബെറ്ററാണ്. ബാക്കിലേക്ക് വരുമ്പോഴാണ് വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. കാരണം നമുക്ക് ബാക്കിൽ വൈപ്പർ, വാഷർ, ഡിഫോഗർ പോലുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല. അതെല്ലാം HTK ഓപ്ഷണൽ വേരിയൻറ്റോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ സ്പോയിലറും ഒന്നും തന്നെ വരുന്നില്ല. സ്പോയിലർ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഇതിൻ്റെ സ്പോയിലറൊക്കെ ഉള്ളതാണ് കാണാൻ കുറച്ചുകൂടി ഭംഗി വരുന്നത്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ടെയിൽ ലൈറ്റ്സ്, LED ടെയിൽ ലൈറ്റ്സ് ഒന്നും തന്നെ വരുന്നില്ല. അതെല്ലാം ജസ്റ്റ് ഡെമ്മി ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ റിഫ്ലക്റ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്കിതാണ് ബാക്കിൽ. ഇത് നമുക്ക് പാർക്ക് ലൈറ്റ് ആയിട്ടും സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നത്. താഴെ ഇൻഡിക്കേറ്റേഴ്സ്, അതും ഹാലജനായിട്ടാണ് വരുന്നത്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ സെൻട്രൽ മൗണ്ടറായിട്ട് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് സോണറ്റിന് വരുന്നത്. ഇവിടെ സോണറ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് ഒന്നും ബപ്പർവേഴ്സേക്ക് കൊടുത്തിട്ടില്ല. 2 റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റ് പല മാനുഫാക്ചേഴ്സും ബേസ് വേരിയൻറ്റിൽ സ്കിഡ് പ്ലേറ്റ് ഒന്നും കൊടുക്കാറില്ല. എന്തുകൊണ്ടോ കിയ ഇതിനകത്ത് ഫ്രണ്ടിലും ബാക്കിലും ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കുള്ള സ്കിഡ് പ്ലേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. 385 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഫിക്സഡ് 2 ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. നമുക്ക് സ്പെയർ വീല് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 195, 65, R16 ആണ് സ്പെയർ വീലിൻ്റെ സൈസ് വരുന്നത്. അതായത് ആ ബേസ് വീലിൽ കാണുന്ന വീൽസ് തന്നെ സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നു. വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം സൈസുള്ള
ഡീപ്പായിട്ടുള്ള ബൂട്ടുകൾ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കീലസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയർ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ സോണറ്റിലെ ഒരുവിധ എല്ലാ വേരിയൻറ്റുകളിലും സിമിലറായിട്ട് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇവിടെ ഡോർ ഹാൻഡിലിൻ്റെ പോർഷൻ മാത്രം ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഉള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക്, സ്പീക്കർ ഗ്രില്ലോ സ്പീക്കറൊന്നും വരുന്നില്ല. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. 2025 വന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്. നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ബാക്കിലെ പവർ വിൻഡോസും അത് ഇതിന് മുമ്പത്തെ വേരിയൻറ്റുകളിൽ ഉണ്ടായില്ല. ഇവിടെ എല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫാബ്രിക് സീറ്റുകളാണ്. ഇവിടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. മാനുവൽ വേരിയൻ്റാണ്, 3 പെഡലുകൾ. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്. ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ടച്ച് കാണാം. അതും ഇപ്പോൾ റീസെൻ്റ്ലി വന്ന 2025 വേരിയൻറ്റിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. സോണറ്റ് ബേസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ലേഔട്ട് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളും സിമിലർ ആണ്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. മാനുവൽ AC ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നില്ല. ഈ സ്റ്റിയറിംഗ് കൺട്രോൾസും മ്യൂസിക് സിസ്റ്റവും നമുക്ക് ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ആക്സസറി ചെയ്യുമ്പോൾ നമുക്ക് 10 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്ക്രീനൊക്കെ ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എന്നാലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ട് സ്റ്റിയറിംഗ് വീൽ എന്ന് പറയാം. കാര്യമായിട്ട് ഇത് വെച്ച് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. താഴെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ടച്ച് കാണാം. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാഫ് ഡിജിറ്റലാണ് അനലോഗ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. RPM മീറ്റർ അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫ്യൂവൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചർ അനലോഗ് ആണ്. സ്പീഡോമീറ്റർ ഡിജിറ്റലായിട്ടാണ്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതിനകത്ത് TPMS പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയൻ്റ് തൊട്ടേ അവൈലബിൾ ആണ്. ഇപ്പോൾ കിയയുടെയും ഹ്യുണ്ടായുടെയും ഒരുവിധ എല്ലാ വാഹനങ്ങളിലും നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ടേ അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചറായി TPMS ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു empty, പിന്നെ എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുണ്ട്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ ആ ഒരു ബട്ടൺസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അവിടെ ഒരു ബോക്സ് ഒരു ഇത് കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. താഴെ വന്ന ഹസാർഡ് ലൈറ്റ്, AC മാനുവൽ AC കൺട്രോൾസ് ആണ്. അതിൻ്റെ കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ടച്ച് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC-യുടെ 2 ബട്ടണുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. ടോപ്പ് എൻഡിലൊക്കെ ഇവിടെ വയർലെസ് ചാർജർ വരുന്നുണ്ട്. താഴേക്ക് വന്നാൽ ഒരു Type-C ചാർജിങ് പോർട്ട് ബേസ് വേരിയൻ്റ് തൊട്ട് വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും കൊടുത്തിരിക്കുന്നു. ഈ ഒരു സെൻറ്റർ കൺസോളിലെല്ലാം നമുക്കൊരു സിൽവർ ടച്ച് കൊടുത്തിരിക്കുന്നത് കാണാം. 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ. ഇത് പെട്രോൾ മാനുവൽ വേരിയൻ്റ് ആണ്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണാം. സെൻറ്റർ ആംറസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബേസ് വേരിയൻ്റ് തൊട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് മാത്രമാണ്, മിറർ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സെൻറ്റർ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിലും സൺവൈസസ്. ടിക്കറ്റ് ഹോൾഡർ പോലും വരുന്നില്ല. നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ ഈ ഒരു ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മൾക്ക് ഒരു സിംഗിൾ ഡിൻ സൺറൂഫും ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. HTE വേരിയൻറ്റും HTE ഓപ്ഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഈ ഒരു സൺറൂഫാണ്. അത് 1 ടച്ചിൽ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പല ഫാമിലീസിൻ്റെയും വാഹനം വാങ്ങാനുള്ള ഒരു റീസൺ സൺറൂഫായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ബേസ് വേരിയൻ്റ് എടുക്കുന്നവർക്കും സൺറൂഫ് കിട്ടത്തക്ക രീതിയിൽ കിയ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് എടുത്തു പറയാത്ത ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. നമുക്ക് ഡോർ പാഡ് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ബാക്കിലും നമുക്ക് ഡോർ ഹാൻഡിൽസിൻ്റെ പോർഷനിൽ ഒരു സിൽവർ ടച്ച് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ലാണ്. സ്പീക്കർ ഒന്നും വരുന്നില്ല. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ഇവിടെയെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ വേരിയൻറ്റിലും സൺ ബ്ലൈൻഡ്സ് അവൈലബിൾ ആണ്. ഇത് 2025 വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്. അതെന്താണെങ്കിലും വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ കിയയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും ബേസ് വേരിയൻ്റ് തൊട്ട് സൺ ബ്ലൈൻഡ്സ് കൊടുക്കുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു AC വെൻസ് ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ആ സിൽവർ ഫിനിഷ് കാണാം. 2 Type-C ചാർജിങ് പോർട്ടുകളും ബാക്കിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതൊരു ബേസ് വേരിയൻ്റ് ആണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു, മൊബൈൽ വെക്കാനൊക്കെ. നമുക്ക് 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ് കാണാം. 2 പേർക്കുള്ള ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് വരുന്നത്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സീറ്റ് ബെൽറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ബക്കിൾ ചെയ്ത് വെക്കാനായിട്ട് ചെറിയൊരു സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം.
ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണും. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. സൺ റൂഫ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ഇവിടെ വരെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഹെഡ് റൂമിനൊന്നും കൺസേൺസ് വരുന്നില്ല. നമുക്ക് സെൻറ്ററിലും ഒരു റീഡിംഗ് ലൈറ്റ് കാണാം, അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ്ഡ് ആയിട്ടുള്ള ഹാൻഡിൽ രണ്ട് വശത്തും കാണാം. ഈ വശത്ത് ഹാൻഡിലിൻ്റെ കൂടെ ഒരു ഹുക്ക് കാര്യങ്ങളും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നിവർന്നൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാർസൽ ട്രേ കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കിയ സോണറ്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, TPMS, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു ബേസ് വേരിയന്റിൽ തന്നെ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബേസ് വേരിയന്റിൽ നമുക്ക് 2 എഞ്ചിനാണ് ഗിയർ ബോക്സ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. ഓട്ടോമാറ്റിക് AMT ഒന്നും തന്നെ വരുന്നില്ല. അതുപോലെ തന്നെ 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിൻ വിത്ത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. പെട്രോൾ എഞ്ചിൻ 5 സ്പീഡ് മാനുവലും ഡീസലിലേക്ക് വരുമ്പോൾ 6 സ്പീഡ് മാനുവലുമാണ് വരുന്നത്. പെട്രോൾ എഞ്ചിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 17 കിലോമീറ്റർ പെർ ലിറ്ററൊക്കെയാണ് മൈലേജ്. ഒരു 12-13 ഇടയ്ക്കൊക്കെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. ഡീസലിന് നമ്മൾക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് തന്നെ 24 അടുത്തൊക്കെ തന്നെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഒരു 18-20 ഇടയ്ക്ക് ആവറേജ് മൈലേജ് തരും. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനാണ്. നമുക്ക് 115 HP പവറും 250 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൽ എഞ്ചിനാണ്. ഈ സെയിം എഞ്ചിൻ തന്നെയാണ് പുതിയ ക്ലാവിസിലും സൈറോസിലും സോണറ്റിലും സെൽട്ടോസിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വലിയ എഞ്ചിൻ ഈ കുഞ്ഞു വാഹനത്തിലേക്ക് വരുമ്പോൾ ഇത് എന്തോരം പവർഫുൾ ആണ് എന്ന് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ നമ്മൾക്ക് 82 HP അടുത്താണ് പവർ വരുന്നത്. 115 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡീസൽ എഞ്ചിൻ. അത്യാവശ്യം ജസ്റ്റ് ലെറ്റ് ദ ജോബ് ഡൺ, അതാണ് ആ ഒരു പെട്രോൾ എഞ്ചിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിയ സോണറ്റിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ സോണറ്റിന് എല്ലാ സമയത്തും ചെറിയ ചെറിയ ഓഫറുകൾ കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ വാഹനത്തിന് 10,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും 10,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അവൈലബിൾ ആണ്. അതായത് ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ അഡീഷണലി ഓഫർ ലഭിക്കും. അതുപോലെ തന്നെ 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. പെർ ലാക്കിന് ഏകദേശം 1,465 രൂപയുടെ അടുത്തൊക്കെയാണ് അടവ് വരുള്ളൂ. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബേസ് വേരിയന്റ് ഒക്കെ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതായത് 90% വരെ ഫണ്ടിങ് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ 15 ലക്ഷം രൂപയാണെങ്കിൽ 1.5 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേരിയന്റ് വേണമെങ്കിലും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ബേസ് വേരിയന്റ് ആയ HTE വേരിയന്റ് നിങ്ങൾക്ക് പെട്രോൾ 1.2 മാത്രമാണ് വരുന്നത്. ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,47,000 രൂപയാണ്. ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. HTE ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയന്റ്. ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് വിത്ത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നതിന് 9,98,000 രൂപ. ഇതിനകത്ത് ഓഫറുകൾ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 9,78 ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഈ HTE ഓപ്ഷണൽ വേരിയന്റ് തൊട്ടാണ് നമുക്ക് ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഡീസൽ ബേസ് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,80,000 രൂപ. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസിന് ഇപ്പോൾ ഇന്ത്യയിൽ ഇറക്കാൻ പറ്റുന്ന ഒരേ ഒരു ഡീസൽ കോമ്പാക്ട് SUV നമ്മളുടെ ഈ ഒരു സോണറ്റിന്റെ HTE വേരിയന്റ് ആണ്. അല്ലെങ്കിൽ കിയയുടെ ഷോറൂമുകളിൽ നിന്ന് ഏറ്റവും വില കുറവിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന വാഹനങ്ങൾ ഈ കിയയുടെ ഈ 2 ബേസ് വേരിയന്റുകളാണ്. സോണറ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടിരിക്കുന്നത് HTK ഓപ്ഷണൽ വേരിയന്റ് ആണ്. അതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ചാനലിൽ കിടക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ആ വാഹനത്തിന്റെ പ്രൈസിലും ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് ഈ ഒരു ജൂൺ മാസത്തിൽ. ഇപ്പോൾ HTK ഓപ്ഷണൽ പെട്രോൾ മാനുവൽ വേരിയന്റിന് 11,13,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. HTK ഓപ്ഷണൽ ഡീസൽ വേരിയന്റിന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,41,000 രൂപ. അതായത് ഈ വാഹനം 11,80,000 രൂപയ്ക്ക് എടുക്കുന്ന ആള് ഒരു 1.5 ലക്ഷം രൂപയും കൂടിയും കൊടുത്ത് 13,41,000 1,60,000 കൊടുക്കാൻ 13,41 HTK ഓപ്ഷണൽ എടുക്കാം. അതാണ് ശരിക്കും ഇതിൽ വാല്യൂ ഫോർ മണി കാർ. പിന്നെ HTK ഓപ്ഷനിൽ നമ്മൾക്ക് IMT അവൈലബിൾ ആണ്. ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനങ്ങളിൽ IMT മാത്രമേ വരുന്നുള്ളൂ, നോർമൽ മാനുവൽ വരുന്നില്ല. അതിന് 11,73,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കിയ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ DKH കിയ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാനും എവിടെ ഡെലിവറി എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.